അപ്പോൾ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളെ പിരമിഡ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ്. ഇതിന് വലിയ ബേസിക് മെത്തേഡ്സ് ഒന്നുമില്ല. ഞാൻ സിമ്പിളായിട്ട് പറയാം. കുട്ടികൾക്ക് വരെ വെറുതെ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതാണ്. എന്നുവെച്ചാൽ ഒറ്റയടിക്ക് റെഡിയാക്കത്തില്ല. കാരണം എന്നാൽ എൻ്റെ സ്റ്റെപ്പ് തന്നെ മറ്റൊരാളുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന രീതി ആയിരിക്കില്ല മറ്റൊരാൾ ചെയ്യുമ്പോൾ കിട്ടണത്. അതുകൊണ്ട് ഞാൻ 3 എപ്പിസോഡ്സാണ് ഇടാൻ പോകുന്നത് നമ്മുടെ ഈ പിരമിഡിനെ പറ്റി. അപ്പോൾ ഫസ്റ്റാണ് ഇത്. അടുത്ത ഞാൻ ഇതിൽ സെക്കൻഡ് ഇതിടും പാർട്ട്, അതിന് തേർഡ്, അങ്ങനെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൽ കിട്ടാത്തവരെല്ലാം പാർട്ട് 2 കാണേണ്ടതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയുടെ ബാക്കി പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ പിരമിഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഈ കോർണർ 3 പീസുകൾ നോക്കണം. എന്നുവെച്ചാൽ ഞാനിപ്പോൾ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത് മഞ്ഞയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞയുടെ ഇവിടെയായിട്ടും നമ്മൾ മഞ്ഞ കൊണ്ടുവരണം. ഇവിടെ രണ്ടിടത്തും മഞ്ഞയില്ലേ. അപ്പോൾ ഇവിടെ മഞ്ഞ കൊണ്ടുവരാനായിട്ട് നമ്മൾ വേറെ സ്റ്റെപ്പൊന്നും ചെയ്യണ്ട. നമ്മുടെ മൈൻഡ് വെച്ച് തന്നെ ഇവിടെ തിരിച്ച് മഞ്ഞ ഇടാൻ നോക്കണം. ഇങ്ങനെ തിരിച്ച്. അപ്പോൾ ഇവിടെ മഞ്ഞ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ അടുത്ത ഈ ഭാഗവും ഈ 3 ഭാഗവും നമ്മൾ മഞ്ഞ കൊണ്ടുവരണം. എന്നിട്ടാണ് നമ്മൾ ഈ കോർണർ പീസൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന് നമ്മൾ വലിയ സ്റ്റെപ്പൊന്നും ചെയ്യണ്ട. ഇപ്പോൾ ഇവിടെ ഒരു മഞ്ഞ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ കൊണ്ടുവരാനായിട്ട് തിരിക്കണം. ഒരു വട്ടം കൂടി തിരിക്കണം. അപ്പോൾ ഞാൻ മഞ്ഞ കിട്ടി. ഇനി ഇവിടെ മഞ്ഞ കൊണ്ടുവരാനായിട്ട് നമ്മൾ പിന്നെയും തിരിക്കണം. യെസ് ഗൈസ്, എന്നിട്ട് നമ്മൾ പോയ മഞ്ഞയെല്ലാം ഇവിടെ കൊണ്ടുവരാൻ തിരിച്ച്. പിന്നെ ഇവിടെ മഞ്ഞ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് മഞ്ഞയാക്കണം. ഇപ്പോൾ ഗൈസ് ഇത്രയും ഭാഗം നമ്മുടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചിലവർ കിട്ടത്തില്ല. അത് ഞാൻ സെക്കൻഡ് വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ ഈ കോർണർ പീസുകൾ റെഡിയാക്കണം. ഇവിടെ ഒരു പീസ് കറക്റ്റാണ് ഇവിടെ ഇരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ഓർഡർ കറക്റ്റല്ല. എന്ന് വെച്ചാൽ ഇവിടെ പച്ചയും മഞ്ഞയും തമ്മിലുള്ള ഒരു ഭാഗമാണ് വരേണ്ടത്, പക്ഷേ ഇവിടെ പച്ചയും നീലയുമാണ്. അപ്പോൾ നമ്മൾ വേറെ മഞ്ഞ ഉണ്ടോ നോക്കണം. എവിടെയാണ് മഞ്ഞ? അത് ഇവിടെ ഒരു മഞ്ഞുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ എന്താണ് ഗൈസ്? പച്ചയാണ് ഗൈസ്. അപ്പോൾ ഈ മഞ്ഞ നമ്മൾ ഇവിടെ വേണം എത്തിക്കാൻ. അതിന് വേറെ സ്റ്റെപ്പൊന്നും വേണ്ട. ഡൗൺ അപ്പ്. അപ്പോൾ അതെ ഇവിടെയും ആയിരിക്കുന്നു. മഞ്ഞയുമായി ഇവിടെ ഈ ലെയർ കംപ്ലീറ്റുമായി. ഇനി അടുത്തതായിട്ടുള്ളത് എവിടെയാണ്? ഇവിടെ മഞ്ഞുണ്ട്, പക്ഷേ തിരിഞ്ഞിരിക്കണം, എന്നാലും റെഡിയാവത്തില്ല. അപ്പോൾ നമ്മൾ വേറെ നോക്കണം. ഇവിടെ മഞ്ഞുണ്ട്. ഇതിൻ്റെ അവിടെ അടിയിൽ കളർ നീല. അപ്പോൾ നീലയിലെത്തിക്കണം. അതിനായി ഈ ഒരു സ്റ്റെപ്പ് ഡൗൺ അപ്പ്. ഇപ്പോൾ അതേ നോക്കി ഇത്രയും ഭാഗം ക്ലിയറായി. ഇനി ലാസ്റ്റ് പോർഷൻ, ലാസ്റ്റ് മഞ്ഞ കിടക്കുന്നത് ഇവിടെയാണ് ഗൈസ്. അടിയിൽ കളറാണെങ്കിൽ യെസ് റെഡ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഗൈസ് മഞ്ഞ ഫുൾ ഫിനിഷായി. ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ അടുത്ത വീഡിയോയ്ക്ക് നല്ലോണം പറഞ്ഞു തരുന്നതാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഒരു ബിഗിനേഴ്സിൻ്റെ മെത്തേഡാണ്. പഠിച്ചവർക്ക് നല്ലോണം ചെയ്യാൻ പറ്റും. നമ്മുടെ 3D റൂബിക്സ് ക്യൂബ് ചെയ്തവർക്ക് നല്ലോണം ഇത് മനസ്സിലാവുന്നതാണ്. ഇനി അടുത്ത് നോക്കാവുന്ന ഗൈസ് നമ്മൾ ഇവിടെ ഒരു മാച്ചിങ് പോയിൻ്റാണ്. മാച്ച് നോക്കണം. എന്ന് വെച്ചാൽ ഇവിടെ രണ്ടും മാച്ചാണ്, പക്ഷേ ഇത് തിരിഞ്ഞായിരിക്കേണ്ടത്. അപ്പോൾ അതല്ല, ഇവിടെ മാച്ചാണോ ഗൈസ്? ഇവിടെ മാച്ചല്ല, തിരിഞ്ഞായിരിക്കേണ്ടത്. ഇവിടെ മാച്ചാണ് ഗൈസ്. അപ്പോൾ നമ്മളെന്തും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാച്ചായ ഒരു ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കണം. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് വേണം. ഡൗൺ അപ്പ് ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ. ഇനി നിങ്ങൾ നോക്കി, ഇപ്പോൾ ഞാൻ പറയുന്നത് എന്തെങ്കിലും സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്പീഡ് കുറച്ചിട്ട് കാണാവുന്നതാണ്. അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാലും മതി, ഞാൻ സെക്കൻഡ് വീഡിയോയ്ക്ക് അത് ചെയ്യുന്നതാണ്. ഇപ്പോൾ നോക്കിയോ ഗൈസ്, എല്ലാ ഭാഗവും ഒരേതായിരിക്കുന്നു. ഇനി നമ്മൾ പച്ചയാണ് കറക്റ്റാക്കേണ്ടത്. പച്ച, ഇവിടെ നീല, എല്ലാം കറക്റ്റാക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇവിടെ റെഡ് അല്ലേ. അപ്പോൾ ഈ റെഡ് ഇവിടെയാണോ വരേണ്ടത്? അല്ല, ഇവിടെ പച്ചയാണ് വരേണ്ടത്. അപ്പോൾ ഈ റെഡ് എവിടെയാണ് വരേണ്ടത്? ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ റെഡിൻ്റെ ഭാഗത്താണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പ് ലെഫ്റ്റ് ഡൗണ് ലെഫ്റ്റ് അപ്പ് ലെഫ്റ്റ് ഡൗണ് ലെഫ്റ്റ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പോർഷൻ ഇങ്ങനെ തിരിച്ച് വെക്കണം. അപ്പോൾ പക്ഷേ ഇത്രയും കറക്റ്റായി. പിന്നെ ചിലവരുടെ നമ്മൾ റെഡ് ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും ആക്കേണ്ടത്.
അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത സ്റ്റെപ്പില്ലേ, ഈ സ്റ്റെപ്പ് തന്നെ ഇപ്പുറത്ത് ചെയ്താൽ മതി. അത് ഞാൻ സെക്കൻഡ് വീഡിയോയിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കിട്ടിയവരുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കുക ഗൈസ്. എന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും തോന്നിയായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. നമ്മൾ ആദ്യം പിരമിഡിൻ്റെ ഫസ്റ്റ് 3 എപ്പിസോഡ്സാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ എപ്പിസോഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 3x3 എപ്പിസോഡ് ചെയ്യും. ആ ഫസ്റ്റ് പാർട്ടുണ്ടാവും, സെക്കൻഡ് പാർട്ടുണ്ടാവും, തേർഡ് പാർട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് സിലിണ്ടർ ക്യൂബ് അങ്ങനെ ഒരുപാട് ക്യൂബുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ബൈ.